കഥ കാത്തിരിപ്പ്. രചന വിദ്യ. അവതരണം ശൈലജ ജയരാജ്. മഴ കനക്കുകയാണ്. തീവണ്ടി ജനാലയിലൂടെ ഒലിച്ചിറങ്ങുന്ന മഴത്തുള്ളികൾ അവളുടെ കണ്ണുനീരിന്റെ പകർപ്പെന്നോണം താഴേക്ക് പാഞ്ഞു പോകുന്നു. ആ ജനാലച്ചില്ലിൽ തെളിയുന്ന തൻ്റെ തന്നെ നിഴൽ രൂപത്തിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് തോന്നിയത് അത് താനല്ല, മറിച്ച് തൻ്റെ ഉള്ളിലെ വറ്റിപ്പോകാത്ത സങ്കടമാണെന്നാണ്. ഇനിയും എത്ര ദൂരം? മനസ്സ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒരുപാട് മഴകൾ നനഞ്ഞും കത്തുന്ന വെയിലേറ്റും അവൾ കാത്തിരുന്നത് ഈ യാത്രയ്ക്കായിരുന്നു. മടക്കയാത്രയല്ലാത്ത ഒരു യാത്ര. ഓരോ സ്റ്റേഷൻ പിന്നിടുമ്പോഴും പഴയ ഓർമ്മകളുടെ ഭാരമൊഴിയുമെന്ന് അവൾ കരുതി. പക്ഷേ റെയിൽ പാളങ്ങളുടെ താളാത്മകമായ ശബ്ദം അവളുടെ ഹൃദയമിടിപ്പിനെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ആരെയാണ് അവൾ കാത്തിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനെയാണ്? ചിലപ്പോൾ അത് ഒരു വ്യക്തിയാകില്ല, നഷ്ടപ്പെട്ടു പോയ തൻ്റെ തന്നെ ചിരിയേ ആവാം. വെയിലേറ്റ് വാടിയ പൂവ് പോലെ അവളുടെ മുഖം മാനമാണ്. എങ്കിലും ഈ മഴ കഴിഞ്ഞാൽ തെളിയുന്ന ഒരു പുലരിയെ അവൾ സ്വപ്നം കാണുന്നുണ്ടാകാം. കാത്തിരിപ്പിന് വിരാമമിട്ട് വണ്ടി നിൽക്കുന്ന ഇടത്ത് വെളിച്ചം പടരുമെന്ന പ്രതീക്ഷയോടെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്നാണ് തീവണ്ടി ഒരു ചെറിയ സ്റ്റേഷനിൽ വേഗത കുറച്ച് നിർത്തിയത്. പുറത്ത് മഴയുടെ ശക്തി കുറഞ്ഞിരിക്കുന്നു. ജനാലച്ചില്ലിലെ വെള്ളത്തുള്ളികൾക്കിടയിലൂടെ അവൾ കണ്ടു, പ്ലാറ്റ്ഫോമിലെ മങ്ങിയ വെളിച്ചത്തിൽ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന ഒരു മരം. അതിൻ്റെ ഇലകളിൽ നിന്ന് അടർന്നു വീഴുന്ന ഓരോ തുള്ളിയും ഒരു വലിയ കാത്തിരിപ്പിന് ശേഷമുള്ള ആശ്വാസം പോലെ തോന്നി. അവൾ തൻ്റെ ബാഗിൽ നിന്നും മടക്കി വെച്ച ഒരു പഴയ കത്ത് പുറത്തെടുത്തു. വർഷങ്ങളോളം വെയിലേക്ക് നിറം മങ്ങിയ ആ കടലാസ് കഷ്ണത്തിൽ ഇന്നും മായാതെ നിൽക്കുന്ന ചില വരികളുണ്ടായിരുന്നു. മഴ തോരുന്നത് കാത്തിരിക്കരുത്. ആ മഴയത്ത് നനഞ്ഞു തന്നെ ലക്ഷ്യത്തിലേക്ക് നടക്കുക. ആ വരികൾ വായിച്ചപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. ഇത്രയും കാലം താൻ കാത്തിരുന്നത് മറ്റാരെയോ ആയിരുന്നില്ല, തൻ്റെ ഉള്ളിലെ ആ പഴയ ധൈര്യത്തെ കണ്ടെത്താനായിരുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. മഴ നനഞ്ഞാലും വെയിലേറ്റ് വാടിയാലും ഈ യാത്ര അവസാനിക്കേണ്ടത് തളർച്ചയിലല്ല, മറിച്ച് പുതിയൊരു തുടക്കത്തിലായിരിക്കണം. തീവണ്ടി വീണ്ടും ഊളം വിളിച്ചുകൊണ്ട് നീങ്ങിത്തുടങ്ങി. ഇപ്പോൾ പുറത്തെ കാഴ്ചകൾക്ക് ഒരു പ്രത്യേക തെളിച്ചമുണ്ട്. ജനാലച്ചില്ലിലെ അവളുടെ പ്രതിബിംബം പഴയതുപോലെ സങ്കടത്തിലല്ല, മറിച്ച് നിശ്ചയദാർഢ്യമുള്ള ഒരു പെൺകുട്ടിയുടേതായിരുന്നു. യാത്ര തുടരുകയാണ്, ഇനി ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത ദൂരങ്ങളിലേക്ക്. തീവണ്ടി വേഗത കൂട്ടും തോറും മാളവികയുടെ ഉള്ളിലെ ഭാരവും കുറഞ്ഞു വന്നു. ജനാലയ്ക്കൽ തട്ടിത്തെറിക്കുന്ന മഴത്തുള്ളികൾക്ക് ഇപ്പോൾ സംഗീതത്തിന്റെ താളമാണെന്ന് അവൾക്ക് തോന്നി. ഓരോ കിലോമീറ്ററും പിന്നിടുമ്പോൾ താൻ വർഷങ്ങളോളം ചുമന്ന ആ പഴയ കാത്തിരിപ്പിനെ അവൾ അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു. അവൾ പതുക്കെ ആ പഴയ കത്ത് കയ്യിലെടുത്തു. ഒരിക്കൽ അവളുടെ ലോകമായിരുന്ന ആ വരികൾ ഇപ്പോൾ വെറും മഷി പടർന്ന കടലാസ് മാത്രമാണ്. അവൾ ആ കത്ത് സാവധാനം കീറിമുറിച്ചു. ജനാലയുടെ വിടവിലൂടെ അവ പുറത്തേക്ക് പറത്തിവിട്ടു. കാറ്റിൽ ചിതറിപ്പോയ ആ കടലാസ് കഷ്ണങ്ങൾക്കൊപ്പം അവളുടെ അവസാന സങ്കടവും അലിഞ്ഞുപോയി. ദൂരെ ആകാശത്തിന്റെ കോണിൽ മഴമേഘങ്ങൾ വകഞ്ഞു മാറ്റി ഒരു നേർത്ത വെളിച്ചം തെളിയുന്നുണ്ടായിരുന്നു. അത് വെറും ഒരു വെയിലല്ല, അവളുടെ പുതിയ ജീവിതത്തിലേക്കുള്ള വെളിച്ചമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെ വെയിലേറ്റ് വാടിയ പൂവിനെ പോലെയല്ല, മറിച്ച് പുതുമഴ നനഞ്ഞ ചെടിയെപ്പോലെ അവൾ ഉന്മേഷവതിയായി. തീവണ്ടി ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ അവൾ പതുക്കെ എഴുന്നേറ്റു. തൻ്റെ ബാഗ് തോളിലിടുമ്പോൾ അവളുടെ കൈകൾക്ക് ഒരു പ്രത്യേക ദൃഢതയുണ്ടായിരുന്നു. ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ഓരോ ചുവടും വയ്ക്കുമ്പോൾ അവൾ തിരിച്ചറിഞ്ഞു, ഇത്രയും കാലം താൻ കാത്തിരുന്നത് ഒരാൾ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇന്ന് താൻ നടക്കുന്നത് ആർക്കും വേണ്ടിയല്ല, തനിക്ക് വേണ്ടി മാത്രമാണ്. യാത്ര അവസാനിച്ചു. പക്ഷേ മാളവികയുടെ ജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു, തിരിഞ്ഞു നോക്കാതെ. ആൾക്കൂട്ടത്തിനിടയിലൂടെ അവൾ നടന്നു നീങ്ങി. പ്ലാറ്റ്ഫോമിലെ വെളിച്ചം അവളുടെ മുഖത്ത് പതിക്കുമ്പോൾ അവിടെ തെളിഞ്ഞത് ഒരു പുതിയ മാളവികയെ ആയിരുന്നു.
സ്റ്റേഷന് പുറത്ത് ടാക്സിക്കാർക്കിടയിലൂടെയും തിരക്കിനിടയിലൂടെയും അവൾ നടന്നു. അപ്പോഴും അന്തരീക്ഷത്തിൽ നനഞ്ഞ മണ്ണിന്റെ മണമുണ്ടായിരുന്നു. വർഷങ്ങളായി ശീലിച്ച ആരെങ്കിലും വരാനുണ്ടോ എന്ന പരതുന്ന നോട്ടം ഇത്തവണ അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നില്ല. പകരം എങ്ങോട്ട് പോകണം എന്ന വ്യക്തമായ ബോധം ആ ചുവടുകളിൽ നിഴലിച്ചു. അവൾ ഫോണെടുത്ത് ഒരു ടാക്സി ബുക്ക് ചെയ്തു. വണ്ടിയിലിരിക്കുമ്പോൾ നഗരത്തിലെ തെരുവ് വിളക്കുകൾ മാളവികയെ സ്വാഗതം ചെയ്യുന്നത് പോലെ തോന്നി. താൻ പണ്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച സ്വപ്നങ്ങളുടെ നഗരമാണിത്. ഇവിടെ അവൾക്ക് ചിലതൊക്കെ തെളിയിക്കാനുണ്ട്. മറ്റാരെയുമല്ല, തന്നെ തന്നെ. താമസ സ്ഥലത്തെത്തി ബാഗ് നിലത്ത് വെച്ചപ്പോൾ അവൾക്ക് വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി. ജനാല തുറന്നപ്പോൾ ദൂരെ കടൽ ഇരമ്പുന്ന ശബ്ദം കേൾക്കാം. ആ പഴയ കത്തിലെ വരികൾ അവൾ വീണ്ടും ഉള്ളിൽ ഉരുവിട്ടു. മഴ തോരുന്നത് കാത്തിരിക്കരുത്. അതെ, അവൾ നനഞ്ഞു കഴിഞ്ഞു. ഇനി ഉണങ്ങേണ്ടത് വെയിലിലല്ല, സ്വന്തം അധ്വാനത്തിന്റെ വിയർപ്പിലാണ്. പിറ്റേന്ന് രാവിലെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മാളവിക തൻ്റെ മുടി ഒതുക്കിക്കെട്ടി. കണ്ണുകളിലെ ആ പഴയ കാത്തിരിപ്പിന്റെ മങ്ങൽ മാറി. അവിടെ ഇപ്പോൾ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ തിളക്കമുണ്ട്. അവൾ തൻ്റെ ലാപ്ടോപ്പ് തുറന്നു. വർഷങ്ങളായി പൊടി പിടിച്ചു കിടന്ന അവളുടെ ഡിസൈനുകൾ ഓരോന്നായി തെളിഞ്ഞു വന്നു. മാളവിക വീണ്ടും വരച്ചു തുടങ്ങി. ഓരോ വരയിലും അവൾ തൻ്റെ സങ്കടങ്ങളെ നിറങ്ങളാക്കി മാറ്റി. അവളുടെ വിരലുകൾക്ക് മുൻപെങ്ങുമില്ലാത്ത വേഗതയായിരുന്നു. താൻ തനിച്ചല്ലെന്നും തൻ്റെ കഴിവുകൾ തനിക്ക് കൂട്ടായിട്ടുണ്ടെന്നും അവൾ തിരിച്ചറിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. പഴയ ഓർമ്മകൾ ഇടയ്ക്കൊക്കെ വാതിലിൽ മുട്ടാറുണ്ടെങ്കിലും അവൾ അവയെ അതിഥികളായി മാത്രം സ്വീകരിച്ചു. തിരിച്ചു വരാൻ അനുവാദം നൽകാതെ അവൾ തൻ്റെ ജോലിയിൽ മുഴുകി. പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ച ആ പഴയ മാളവികയല്ല ഇന്ന് അവൾ. യാത്ര അവസാനിച്ചിട്ടില്ല. അത് മാളവിക എന്ന പെൺകുട്ടിയുടെ അതിജീവനത്തിന്റെ പുതിയൊരു പാതയായി മാറുകയായിരുന്നു. മാളവിക തിരഞ്ഞെടുത്തത് അവളുടെ പഴയ പാഷനായ ആർക്കിടെക്ചർ ആയിരുന്നു. നഗരത്തിലെ പ്രമുഖമായ ഒരു സ്ഥാപനത്തിൽ അവൾ ജോലിക്ക് അപേക്ഷിച്ചു. അഭിമുഖത്തിന്റെ അന്ന് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പഴയ ഭയത്തിന്റെ ഒരംശം പോലും ഇല്ലായിരുന്നു. കറുത്ത ഫോർമൽ വസ്ത്രം ധരിച്ച് ആത്മവിശ്വാസം തുടിക്കുന്ന മുഖത്തോടെ അവൾ പടിയിറങ്ങി. അഭിമുഖം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് അവൾ ഒരാളെ കണ്ടു. അശ്വിൻ. വർഷങ്ങൾക്ക് മുമ്പ് മഴ നനഞ്ഞ അതേ പ്ലാറ്റ്ഫോമിൽ വെച്ച് അവൾ ആരെയാണോ കാത്തിരുന്നത്, ആ വ്യക്തി. അവന്റെ കണ്ണുകളിൽ അത്ഭുതവും അല്പം കുറ്റബോധവും നിഴലിച്ചു. മാളവിക, നീ ഇവിടെ? അവൻ അവിശ്വസനീയതയോടെ ചോദിച്ചു. അവൾ ഒന്ന് പുഞ്ചിരിച്ചു. പണ്ട് ഈ മുഖം കാണുമ്പോൾ അവളുടെ ഹൃദയം പടപടാമിടിക്കുമായിരുന്നു. ഇന്ന് പക്ഷേ ഒരു അപരിചിതനെ കണ്ട ഭാവം മാത്രം. അതെ അശ്വിൻ, പുതിയൊരു പ്രൊജക്ടിന്റെ ഭാഗമായി വന്നതാണ്, അവൾ ശാന്തമായി പറഞ്ഞു. എനിക്ക് നിന്നോട് സംസാരിക്കണം. അന്ന് ഞാൻ വരാതിരുന്നത്. അവൻ വാക്കുകൾക്കായി തപ്പി. മാളവിക അവനെ തടഞ്ഞു. അശ്വിൻ, അത് കഴിഞ്ഞു. അന്ന് നീ വരാതിരുന്നത് കൊണ്ടാണ് എനിക്ക് എന്നെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ആരോടും പരാതിയില്ല. അവൾ കാറിലേക്ക് കയറി. തിരിഞ്ഞു നോക്കാതെ വണ്ടി നീങ്ങുമ്പോൾ കണ്ണാടിയിലൂടെ കണ്ടു തളർന്നു നിൽക്കുന്ന അശ്വിന്റെ രൂപം. പണ്ട് അവൾ അനുഭവിച്ച അതേ ഏകാന്തത ഇന്ന് അവന്റെ മുഖത്തായിരുന്നു. പക്ഷേ മാളവികയ്ക്ക് ഇപ്പോൾ ഇത് ആസ്വദിക്കാൻ സങ്കടപ്പെടാനോ സമയമില്ല. വിജയത്തിന്റെ തിളക്കം. മാളവികയുടെ ഡിസൈനുകൾക്ക് വലിയ അംഗീകാരം ലഭിച്ചു. നഗരമധ്യത്തിൽ ഉയരുന്ന പുതിയ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ചീഫ് ഡിസൈനർ ആയി അവൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഉദ്ഘാടന ദിനം നൂൽമഴയിൽ നനഞ്ഞുകൊണ്ട് അവൾ ആ കെട്ടിടത്തിലേക്ക് നോക്കി നിന്നു. അതിന്റെ ചുമരുകളിൽ അവൾ ഒളിപ്പിച്ചു വെച്ച ചില അടയാളങ്ങളുണ്ട്. ഓരോ തകർച്ചയിൽ നിന്നും എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാം എന്നതിന്റെ അടയാളങ്ങൾ. മാളവിക തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു. കാത്തിരിപ്പുകൾ അവസാനിക്കുന്നത് മറ്റൊരാൾ വരുമ്പോഴല്ല, മറിച്ച് നമ്മൾ നമ്മളിലേക്ക് തന്നെ മടങ്ങുമ്പോഴാണ്.